ഗൗരഭക്തവൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ ശില പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനജ്ഞാനശലാകയ ചക്ഷുരന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരിബോൾ. ശില പ്രഭുപാദ് കി, ഗുരുദേവ് കി ജയ്. എല്ലാവരുടെയും ഗുരുക്കന്മാർക്ക് എന്റെ പ്രണാമം. ഹരിബോൾ. ഇന്നത്തെ ചൈതന്യ ചരിതാമൃതം മധ്യലീലയില് ഒന്നാമത്തെ അധ്യായത്തിൽ മഹാപ്രഭുവിന്റെ പിൽക്കാല ലീലകൾ എന്നതിൽ 42ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. പ്രാദുഷ്പുത്രനാമ ശ്രീജീവഗോസായി യഥ ഭക്തി ഗ്രന്ഥ കൈല താര അന്തനായി. ശില പ്രഭുപാദ് കി ജയ്. പ്രഭുപാദിന്റെ പദാനുപദ തർജ്ജിമ എല്ലാവരും ശ്രദ്ധയോട് കേൾക്കുക. താൻര അദ്ദേഹത്തിന്റെ, പ്രാദുപുത്ര സഹോദരി പുത്രൻ, നാമ പേരുള്ള ശ്രീ ജീവ ഗോസായി ശീല ജീവഗോസ്വാമി പ്രഭുപാദർ യഥ എല്ലാം ഭക്തി ഗ്രന്ഥ ഭക്തിയുത സേവനത്തെ പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ കയ്യിലെ ചിട്ടപ്പെടുത്തി താര അവ അന്ത അന്ത്യം നായി ഇല്ല, അന്ത്യമില്ല. വിവർത്തനം ശീല പ്രഭുപാദ് കി ജയ്. ശ്രീ രൂപ ഗോസ്വാമിയുടെ സഹോദരപുത്രനായ ശ്രീല ജീവഗോസ്വാമി ധാരാളം ഭക്തി ഗ്രന്ഥങ്ങൾ ചിട്ടപ്പെടുത്തി അവയുടെ സംഖ്യ കണക്കാക്കാവതല്ല. അപ്പൊ അത് കാരണം നമ്മളുടെ ഗൗഡിയ സമ്പ്രദായത്തില് ജീവഗോസ്വാമിയെ വിളിക്കുന്നത് വേദവ്യാസൻ എന്നാണ്. ഗൗഡിയ സമ്പ്രദായത്തിന്റെ വേദവ്യാസൻ എന്നാണ് ജീവഗോസ്വാമിയെ വിളിക്കുന്നത്. അത്രയ്ക്ക് അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ഒക്കെ ഇതിൽ ഒരുപാട് പുസ്തകങ്ങളും ബുക്കുകളും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും അളക്കാൻ പറ്റില്ല. ജീവഗോസ്വാമി, രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങള് അതിബൃഹത്തായ ഗ്രന്ഥങ്ങളാണ്. 43 പറയുന്നുണ്ട്, ശ്രീ ഭാഗവത സന്ദർഭ നാമ ഗ്രന്ഥ വിസ്താര ഭക്തി സിദ്ധാന്തരെ താതെ ദേഖായി യേന പാര. അതായത് ശ്രീ ഭാഗവത സന്ദർഭ നാമ, ഭാഗവത സന്ദർഭം എന്ന ഗ്രന്ഥം വിസ്താര അതിവിപുലമായി ഭക്തി സിദ്ധാന്തേര ഭക്തിയുത സേവനത്തിന്റെ നിഗമനങ്ങളുടെ തതേ ആ ഗ്രന്ഥത്തിൽ ദേഖിയ ചേന അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നു. പാര പരതി. പാര എന്ന് വെച്ചാൽ പരിധി. വിവർത്തനം ശില പ്രഭുപാദ് കി ജയ്. ശ്രീ ഭാഗവത സന്ദർഭത്തിൽ ശ്രീല ജീവഗോസ്വാമി ഭക്തിയുത സേവനത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് നിർണായകമായി എഴുതിയിരിക്കുന്നു. ഭാവാർത്ഥം ശീല പ്രഭുപാദ് കി ജയ്. അപ്പൊ ഇവിടെ 2 തരത്തിലാണ് ഭാഗവത സന്ദർഭം എന്ന് പറയുന്നത്. ഭാഗവത സന്ദർഭം സത് സന്ദർഭമെന്നും അറിയപ്പെടുന്നു. തത്വ സന്ദർഭമെന്ന് വിളിക്കപ്പെടുന്ന 1-ാം ഭാഗത്തിൽ പരമസത്യത്തെ നേരിട്ട് ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രാമാണികമായ തെളിവ് ശ്രീമദ് ഭാഗവതമാണ് തെളിയിച്ചിരിക്കുന്നത്. 1-ാമത്തേത് ക്ലിയർ ആയിട്ട് പറയുന്നു, ശ്രീമദ് ഭാഗവതമാണ് എന്ന് പറയുന്നുണ്ട്. 2-ാമത്തെ സന്ദർഭത്തിൽ ഭാഗവത സന്ദർഭം എന്ന് വിളിക്കപ്പെടുന്ന 2-ാം സന്ദർഭം അവ്യക്തിഗത ബ്രഹ്മവും സ്ഥാനീയനായ പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയും, അപ്പോ അവ്യക്തത ബ്രഹ്മവും പരമാത്മാവും തമ്മിലുള്ള ആ വ്യത്യാസത്തെ പറ്റിയും, ആധ്യാത്മിക ലോകത്തെ പറ്റിയും മറ്റ് 2 ഭൗതിക ഗുണങ്ങളും കളങ്കപ്പെടാതെയും ഉള്ള സത്വഗുണത്തിന്റെ പ്രബലത്തെ കുറിച്ചും വിവരിക്കുന്നു. അതായത് സ്വാത്വിക ഗുണങ്ങളും ശുദ്ധ സാത്വിക ഗുണവും തമ്മിലുള്ള വ്യത്യാസം. സ്വാത്വിക ഗുണത്തില് രജോ ഗുണവും തമോ ഗുണവും കയറും. അത് സ്വാത്വിക ഗുണമാണെങ്കിൽ, എന്നാൽ ശുദ്ധ സാത്വിക ഗുണത്തില് രജോ ഗുണവും തമോ ഗുണവും കയറില്ല. അതാണ് ശുദ്ധ സാത്വിക്. അപ്പൊ അങ്ങനെയുള്ളവരെ
രജോ ഗുണവും തമോ ഗുണവും കയറാത്ത സ്വാതി ഗുണമുള്ളവരാണ് ശുദ്ധസ്വാതി ഗുണമുള്ളവര്. അപ്പൊ അവരെ നമ്മൾ സ്വാഭാവികമായിട്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നത് അകിഞ്ചൻ എന്നാണ്. എന്ന് വെച്ചാൽ ഭൗതിക മാലിന്യങ്ങൾ മാലിന്യങ്ങളിൽ ആകാത്തവരെയാണ് അകിഞ്ചർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അകിഞ്ചന്മാരുടെ കൽപ്പനകളാണ് ശരിയായി ഒരു വൈഷ്ണവൻ പാലനം ചെയ്യേണ്ടത്. അപ്പം ശുദ്ധസത്വം എന്നറിയപ്പെടുന്ന അതീന്ദ്രിയ അവസ്ഥയെക്കുറിച്ച് വിശദമായി വിവരണം നൽകിയിരിക്കുന്നു. ഭൗതിക സത്യഗുണത്തിന്റെ മറ്റ് രണ്ട് ഗുണങ്ങളാൽ, അതായത് രജോ തമോ ഗുണങ്ങളാൽ കളങ്കപ്പെടാനുള്ള പ്രവണതയുണ്ട്. എന്നാൽ ശുദ്ധസത്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അത്തരം കളങ്കപ്പെടലിന് യാതൊരു സാധ്യതയുമില്ല. അത് പരിശുദ്ധ സത്വത്തിലുള്ള ഒരു ആത്മീയ തലമാണ്. പരമ പുരുഷ ഭഗവാന്റെ ശക്തി അവശേഷങ്ങളെക്കുറിച്ചും ജീവസത്തയെക്കുറിച്ചുള്ള വിവരണമുണ്ട്. ഭഗവാന്റെ അചീന്ത ശക്തിയെക്കുറിച്ചുള്ള ശക്തികളുടെ വൈദ്യങ്ങളെക്കുറിച്ചും വിവരിച്ചിരിക്കുന്നു. ആന്തരികം, ബഹിരിംഗം, സ്വകീയം എന്നീ തുടങ്ങിയ ശക്തി വിശേഷങ്ങളെ പല വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കത് ശരിക്കും ഒരു വലിയൊരു പാർപ്പോട്ടാണ്. അപ്പൊ അത് കവർ ചെയ്യാൻ നമുക്കതൊന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കാം. അതായത് നമുക്കറിയാം ഭഗവാന്റെ ആന്തരിക ശക്തി അഥവാ ഹ്ലാദിനി ശക്തി എന്ന് പറയുന്ന ശ്രീമതി രാധാറാണിയാണ്. എന്തുകൊണ്ട് ഹ്ലാദിനി ശക്തിയായിട്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ലീലകൾക്ക് സപ്പോർട്ട് ചെയ്യുവാനും ഭഗവാനെ ആനന്ദിപ്പിക്കുവാനും ആസ്വദിപ്പിക്കുവാനും ആന്തരിക ശക്തിയാകുന്നതിന് ഹ്ലാദിനി ശക്തി മീൻസ് ആഹ്ലാദ ശക്തി, അത് രാധാറാണിയാണ്. അപ്പൊ ഇവിടെ ഭഗവാന്റെ സ്വകീയ ശക്തിയിൽ ഭഗവാന്റെ പരിപൂർണത എല്ലാ വേദത്തിന്റെയും ലക്ഷ്യമാണ്. ആന്തരിക ശക്തിയുണ്ട്, ബഹിരംഗ ശക്തിയുണ്ട്. എന്നാൽ ഹ്ലാദിനി ശക്തിയെ പറ്റി വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് ഒരുപാടുണ്ട്, എങ്കിലും ഒന്ന്. ഹ്ലാദീന്ദ്ര സാര പ്രേമ പ്രേമസാര ഭാവ ഭാവേര പ്രേമ ഗസ്ത നാമ മഹാഭാവ എന്ന് പറഞ്ഞാൽ ഹ്ലാദിനി പൊട്ടൻസി കൃഷ്ണപ്രേമം. അപ്പൊ കൃഷ്ണപ്രേമം പൂർണ്ണമായിട്ടും നിറഞ്ഞു കിടക്കുന്ന ശക്തിയാണ് ഹ്ലാദിനി ശക്തി, അല്ലെങ്കിൽ ചിത് ശക്തി, അല്ലെങ്കിൽ ആഹ്ലാദ ശക്തി. അപ്പൊ ഇവിടെ കൃഷ്ണഭക്തിയുടെ ഇമോഷൻ അഥവാ ഭാവ പരമാവസ്ഥ മഹാഭാവ ഇമോഷനിൽ. അപ്പം ഹ്ലാദിനി ശക്തി എന്ന് പറയുന്ന കൃഷ്ണ ശക്തിയുടെ ഭാവം അതായത് ഇമോഷനാണ്. ഇതിന്റെ പരമാവസ്ഥയാണ് മഹാഭാവ. അതുകൊണ്ടാണ് മഹാഭാവ സ്വരൂപിണി എന്ന് പറയുന്നത്. തന്നെയല്ല പിന്നെ ഭഗവാൻ പറയുന്നുണ്ട്, അതായത് മദന മോഹനനാണ് കൃഷ്ണൻ, എന്നാൽ മദന മോഹന മോഹിനി എന്നാണ് അല്ല, മദന മോഹനൻ കൃഷ്ണനാണ്, ആ കൃഷ്ണനെ മദന മോഹന മോഹിനി എന്ന് പറയുന്നു. അതായത് ആയിരക്കണക്കിന് കന്ദർപ്പ് കൂടി കമനീയ വിശേഷ ശോഭം എന്ന് പറയുന്നത് കോടാനുകൂടി കാമദേവന്മാരെ വെല്ലുന്ന സൗന്ദര്യത്തോടു കൂടിയുള്ളവനും കാമദേവനെ ആകർഷിപ്പിക്കുന്നവനുമായ ഗോവിന്ദൻ, ആ ഗോവിന്ദനെ മോഹിപ്പിക്കുന്നവളാണ് രാധാറാണി. അതുകൊണ്ടാണ് മദന മോഹന മോഹിനി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ആ ഇമോഷന്റെ, ഭക്തിയുടെ ഇമോഷന്റെ ഫുൾ ഭാവം, അതുകൊണ്ടാണ് മഹാഭാവ എന്ന് വിളിക്കുന്നത്. ഈ മഹാഭാവ സ്വരൂപ ശ്രീ രാധാ ഠാക്കൂറാണി, മഹാഭാവത്തിന്റെ സ്വരൂപിണിയാണ് ഠാക്കൂറാണി. സർവഗുണ കാന്തി കൃഷ്ണകാന്ത ശിരോമണി. അപ്പൊ രാധാ ഠാക്കൂറാണി മഹാഭാവത്തിന്റെ ശക്തി ആവേശ സ്വരൂപിണിയും, അതായത് എംപവർമെന്റ് സ്വരൂപിണിയും, എല്ലാ നല്ല ക്വാളിറ്റിയുടെയും ജൂവലാണ്. കൃഷ്ണപ്രേമത്തിന്റെ കേന്ദ്ര ബിന്ദുവുമാണ് രാധാറാണി. ഇനി കൃഷ്ണപ്രേമ ഭാവിതേ യാന്ദ്ര സിതേന്ദ്രയ കായ കൃഷ്ണ നിജശക്തി രാധാ കൃതാരസയ്യ. രാധയുടെ സർവ ഇന്ദ്രിയങ്ങളും
പരിപൂർണമാണ്. എപ്രകാരം ഭഗവാൻ ആത്മാരാമനാണോ, ഭഗവാന്റെ ശരീരവും ആത്മാവും ഒന്നാണ്, അപ്രകാരം രാധാറാണിയുടെ ശരീരവും ആത്മാവും ഒന്നാണ്. ആ ഒരു 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 ബിന്ദു പോലും ഭൗതിക മാലിന്യം പ്രവേശിക്കാത്തതും പരിപൂർണമായ ആത്മാരാമ സ്വരൂപിണിയുമാണ് രാധാറാണി. അപ്പൊ ഇവിടെ രാധയുടെ സർവ ഇന്ദ്രിയങ്ങളും പരിപൂർണ കൃഷ്ണ പ്രേമത്തില് കൃഷ്ണന്റെ എനർജി തന്നെയും കൃഷ്ണന്റെ എല്ലാ ലീലകളുടെയും സ്രോതസ്സും കൃഷ്ണലീലയെ സഹായിക്കുന്നതും ഭഗവാന്റെ ആന്തരിക ശക്തിയാണ്. തന്നെയുമല്ല, ആത്മീയ ലോകം ലോകത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും ഹ്ലാദിനി ശക്തിയിൽ കൂടി, അതായത് രാധാറാണിയുടെ ആന്തരിക ശക്തിയിൽ കൂടിയാണ്. കാരണം ചൈതന്യ ചരിതാമൃതത്തിൽ മാത്രമേ രാധാഭാവത്തെ പറ്റിയും രാധാ തത്വത്തെ പറ്റിയും ഒക്കെ, ഗൗഡീയ തത്വം എന്ന് പറഞ്ഞ രാധാ തത്വമാണ് പറയുന്നത്. വേറൊരിടത്ത് ഒരു ഗ്രന്ഥങ്ങളിലും അങ്ങനെ വ്യക്തമായിട്ട്, ഭാഗവതത്തിൽ ഒരു തടത്തോ രണ്ടിടത്തോ കണ്ടേ പറയുന്നുള്ളൂ. കാരണം എന്തുകൊണ്ട് വ്യാസദേവൻ പറയുന്നില്ലെന്ന് വെച്ചാൽ, രാധാ തത്വത്തിലോട്ട് പോയി കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ട് ഭാഗവതം പരീക്ഷിത് മഹാരാജിന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് ആര് പറയുന്നു? സുഖദേവ് ഗോസ്വാമിക്ക് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്തോട്ട്, ആ ഒരു ഇമോഷനിലേക്ക് അദ്ദേഹം പോകും. അതുകൊണ്ട് ആ ഭാഗം ടച്ച് ചെയ്യാതെ പോയത്. അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തരുന്നത്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും. അപ്പൊ ഇവിടെ സത്യത്തിൽ നമുക്ക് അതൊന്നും പറയാനോ ഉള്ള യോഗ്യതയില്ല. എങ്കിലും നമ്മുടെ ആധ്യാത്മിക ഗുരുക്കന്മാരുടെ കൃപ, അവരുടെ ക്വാളിറ്റിയിൽ കൂടി നമുക്ക് പറയാനും കേൾക്കുവാനും സാധിക്കും. അപ്പോൾ ഇവിടെ കൃഷ്ണന്റെ എല്ലാ ലീലകളെയും സഹായിക്കുന്നുണ്ട്. അവതാരി കൃഷ്ണയേ ഇച്ഛാകരെ അവതാര അംസിനി രാധാ ഹൈതേ തിന ഗണേര വിസ്താര. എല്ലാ അവതാരത്തിന്റെയും കാരണം കൃഷ്ണനാണ്. എല്ലാ അവതാരത്തിന്റെ റൂട്ട് കോസ് കൃഷ്ണനാണ്. എന്നാൽ കൃഷ്ണന്റെ കാരണം കൂത ആരാന്ന് വെച്ചാൽ അത് രാധാറാണി. അപ്പൊ രാധയുണ്ടെങ്കിലേ കൃഷ്ണനുള്ളൂ, കൃഷ്ണനുണ്ടെങ്കിലേ രാധയുള്ളൂ. അതുകൊണ്ടാണ് നമുക്കറിയാം രാധാകൃഷ്ണൻ എന്ന് വെച്ചാൽ ശക്തി ഉണ്ടെങ്കിലേ ശക്തിമാനുള്ളൂ, ശക്തിമാന്റെ ഉണ്ടെങ്കിലേ ശക്തിയുമുള്ളൂ. ലക്ഷ്മി നാരായണൻ, സീതാറാം, ഇതെല്ലാം നമ്മൾ പറയുന്ന ശക്തിയെയാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ശക്തിമാനെ പറ്റി പറയുന്നത്. എന്നാൽ ശക്തിമാനും ശക്തിയും ഒന്നാണ്. ശക്തിമാനും ശക്തിയും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് നമ്മൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. എല്ലാ അവതാരത്തിന്റെ കാരണം കൃഷ്ണനാണ്. എന്നാൽ ഇതിന്റെ എല്ലാം കാരണവും രാധ. എന്നാൽ ഗോവിന്ദ നാദിനി രാധ, ഗോവിന്ദ മോഹിനി, ഗോവിന്ദ സർവസവ, സർവകാന്ത ശിരോമണി. രാധയാണ് ഗോവിന്ദനെ ആനന്ദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഹ്ലാദിനി ശക്തി, അല്ലെങ്കിൽ ആഹ്ലാദന ശക്തി, അല്ലെങ്കിൽ ചിത് ശക്തി എന്നൊക്കെ പറയുന്നത്. ഗോവിന്ദന്റെ ആന്തരിക ശക്തി രാധയാണ്. രാധ ഗോവിന്ദന്റെ ആദിയും അന്തവുമായ മാണിക്യമാണ്, ഇമോഷന്റെ മാണിക്യ ജുവലാണ് രാധാറാണി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത്രയ്ക്ക് പവർഫുള്ളായ ഒരവസ്ഥയിൽ കൂടിയാണ് ചൈതന്യ ചരിതാമൃതം പോകുന്നത്. അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരല്പം പ്രയാസമുള്ളതാണ്. എന്നാൽ ആധ്യാത്മിക ഗുരുനാഥന്റെയും വരിഷ്ഠ വൈഷ്ണവ ഭക്തരുടെയും കൃപയുണ്ടെങ്കിൽ ഏവർക്കും അത് മനസ്സിലാകാൻ സാധിക്കും. ഇനി പറയുന്നുണ്ട്, യസ്യ പ്രസാദാത് ആജ്ഞ അഭി സർവജ്ഞാതാം പ്രജേത് ശ്രീ ചൈതന്യ ദേവോമേ ഭഗവാൻ സംപ്രീസദാതു എന്ന് വെച്ചാൽ, അവരുടെ പ്രസാദത്തിലാണോ, ആരുടെ പ്രസാദത്തിലാണോ അറിവില്ലാത്ത ഒരുവന് പോലും തൽക്ഷണം സർവജ്ഞാനം ആർജിക്കാൻ കഴിയുന്നത്. ഏതൊരു വ്യക്തിയുടെ പ്രസാദത്താലാണ് ഒന്നും അറിയാത്തവന് സർവജ്ഞാനവും ആർജിക്കാൻ കഴിയുന്നത്. ആ ശ്രീ ചൈതന്യ മഹാപ്രഭു എന്നിൽ അഹൈതികമായ കാരുണ്യം
ചൊരിയുമാറാകട്ടെ. അങ്ങനെയുള്ള മഹാപ്രഭു എന്നിൽ അഹൈതുകമായ കാരുണ്യം ചൊരിയുമാറാകട്ടെ എന്നാണ് ശ്ലോകത്തിന്റെ കൃപ രത്ന ചുരുക്കം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാന്റെ പാദകമലത്തിൽ വിനമ്രതയോടുകൂടി ശരണം പ്രാപിച്ച് ഒരു വ്യക്തിക്ക് കൃപയും അറിവും കിട്ടും. അപ്പൊ ഏതൊരു വ്യക്തി ഭഗവാന്റെ പാദകമലത്തിൽ വളരെ വിനമ്രതയോടുകൂടി ശരണം പ്രാപിക്കുന്നു, ആ വ്യക്തിക്ക് ഭഗവാന്റെ കൃപയും ശാസ്ത്രീയ അറിവും കിട്ടും. ഇനിയും വൈഷ്ണവർ അന്യർക്ക് നമ്മുടെ സേവയുടെ ഫലം കൊടുക്കുന്നു. കാരണം വൈഷ്ണവർ സേവ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നല്ല ഗുണങ്ങൾ മൊത്തവും അന്യർക്ക് കൊടുക്കും. എന്നാൽ വേണ്ടിയിട്ട് താഴ്ത്തി കെട്ടാനും ഞാൻ നല്ലവനാണെന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തി ശരിക്കും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചൈതന്യ മഹാപ്രഭു പറയുന്ന, അല്ലെ ആചാര്യന്മാരുടെ പറയുന്നത് അനുസരിച്ച് അത് ശരിയായ ഒരു പ്രവണതയല്ല. നല്ലത് മറ്റുള്ള വൈഷ്ണവർക്ക് സമർപ്പിക്കും, ചീത്ത വരുമ്പോൾ സ്വയം അത് സ്വീകരിക്കും. ഇതാണ് ഒരു വൈഷ്ണവന്റെ സ്വഭാവം എന്ന് ചൈതന്യ ലീലയിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നു. ഇനിയും സേവയിൽ തെറ്റ് വന്നാൽ സ്വയം സ്വീകരിക്കുന്നു, തെറ്റ് എന്റെയാ എന്ന് പറഞ്ഞ് അത് സ്വയം സ്വീകരിക്കും. ഒരാളെയും പരാജയപ്പെടുത്താനുള്ള ഭാവനയില്ല, വൈഷ്ണവരുടെ ആദേശം സ്വീകരിക്കുന്നു. ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഭാവനയില്ല, അദ്ദേഹം വൈഷ്ണവരെ സേവ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം മൂർഖനിജ ശൂദ്രാമയി വിഷയലാലസ് വൈഷ്ണവ ആജ്ഞാകരേ പോലെ ഏതഹ സാഹസ്. കവിരാജ് ഗോസ്വാമി പറയുന്നു, ഞാൻ മൂർഖനും നീചനും ശൂദ്രനുമാണ്, വിഷയത്തിൽ ആസക്തി. എന്നാൽ വൈഷ്ണവരുടെ ആജ്ഞ എൻ്റെ മസ്തകത്തിൽ ധാരം ചെയ്ത് ഈ കഥനത്തെ പ്രചാരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് കഥനത്തെ എന്ന് വെച്ചാൽ ചൈതന്യ ചരിതാമൃതമാകുന്ന കഥയെ അല്ലെ കാര്യത്തെ അല്ലെ ശാസ്ത്ര തത്വത്തെ പ്രചാരണം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരുടെ? വൈഷ്ണവ ഭക്തരുടെ ആദേശപ്രകാരം. നമ്മൾ കണ്ടു, മഹാപ്രസാദമാണ് നമുക്ക് തന്നത്. ഏതിൻ്റെ? അന്ത്യലീലയിൽ സന്യാസലീലയെ പറ്റിയുള്ള ഗുഹ്യമായ ഗോപ്യമായിട്ടുള്ള ലീലകളുടെ കാര്യങ്ങൾ കവിരാജ് ഗോസ്വാമി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹാപ്രസാദം. അത് ആരുടെ ആജ്ഞപ്രകാരമാണ്? വൈഷ്ണവ ഭക്തരുടെ ആജ്ഞപ്രകാരമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അടുത്തത് പറയുന്നുണ്ട്, അടുത്ത ഇവിടെ ശാസ്ത്രം പറയുന്നു, മാതാജി 1 മിനിറ്റ് തരാമെങ്കിൽ, കറണ്ട് വന്നു, ഞാൻ ലാപ്ടോപ്പിൽ വെക്കാം. ഓക്കെ പ്രഭു, ഓക്കെ, പ്ലീസ് പ്രഭു, പ്ലീസ്. ബുക്കും തീർന്നു.
ഹരേ കൃഷ്ണ. അത് നെറ്റ് വരുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന്റെ ഇടയ്ക്ക് ചെയ്യാം നമുക്ക്. അപ്പോ ഇവിടെ ശ്രീ രൂപ രഘുനാഥ്. ഓക്കെ മാതാജി, വൺ Recording in progress. ഹരേ കൃഷ്ണ. ഇവിടെ പ്രഭു പ്രഭു നേരത്തെ കയറിയ മൊബൈൽ ഒന്ന് അടുത്തുനിന്ന് മാറ്റാവോ? എക്കോ വെക്കുന്നുണ്ട്. മാറ്റാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാറിയോ? ഓക്കെ. ഓക്കെ, ഞാൻ മാറ്റില്ല. സോറി മാതാജി, സോറി. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന രൂപ രഘുനാഥ് ചരണേര ഏബൽ ജെ സ്മൃതേ ചിത്ത് ഹൊയ് വാഞ്ചിത സഫർ എന്ന് വെച്ചാൽ ശ്രീ രൂപഗോസ്വാമിമാരും അന്യ ഗോസ്വാമിമാരും ശ്രീ രൂപ രഘുനാഥ ചരണാരെ ഏബൽ എന്നാൽ ഇത്രയും ശക്തി ജാരെ സ്മൃതി സ്മരണം ചെയ്യുന്ന മാത്രയിൽ. അപ്പൊ ഈ രൂപഗോസ്വാമിമാരും അന്യ ഗോസ്വാമിമാരെയും ശ്രീ രൂപ രഘുനാഥ ചരണേര ഏസൻബൽ എന്ന് വെച്ചാൽ അവര് അദ്ദേഹത്തിന്റെ പാദകമലങ്ങളെ സ്മരണം ചെയ്ത മാത്രയിൽ ചിത് ഹോയി വാഞ്ചിത സഫൽ, ഹൃദയത്തിന്റെ എല്ലാ ഇച്ഛാപൂർത്തി സംഭവമാകുന്നു. ചിത് ഹോയി വാഞ്ചിത സഫൽ, നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ഇച്ഛയും പൂർത്തീകരിക്കുന്നു അല്ലെങ്കിൽ സഫലമാകുന്നു എന്നിവിടെ പറയപ്പെടുന്നു. എന്നാൽ മഹാപ്രഭു ഹരിനാമത്തിന്റെ ശക്തി ഈ ജഗത്തിൽ സമർപ്പിച്ചു. നമ്മൾ വിചാരിക്കുന്നു പ്രചാരണം ചെയ്യണം, പ്രീച്ച് ചെയ്യണമെന്ന്. നമ്മുടെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രീച്ചിങ് മൂവ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഇത് പ്രീച്ച് ചെയ്യണമെന്ന്. എന്നാൽ ഭക്തിയുടെ ആസ്വാദൻ, ഭക്തിയുടെ രസം കുടിച്ച് കൃഷ്ണന്റെ നാമം, രൂപം, ഗുണം, ഗണം ഇത്യാദിയുടെ മാധുര്യത്തിന്റെ വാസ്തവത ആസ്വദിച്ച് അനുഭവിച്ച് കഴിയുന്ന വ്യക്തിയുടെ ഹൃദയം ഭക്തിദേവിയുടെ പ്രസരണത്തിൽ കഴിയുന്ന വ്യക്തിക്ക് പ്രചാരത്തിന്റെ ക്ഷേത്രത്തിൽ ഇറങ്ങാൻ സാധിക്കും. അപ്പൊ ഏത് വ്യക്തി പ്രചാരണം ചെയ്യാൻ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇതാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിലെ പരിവർത്തനം സംഭവിക്കുമ്പോൾ. എങ്ങനെ സംഭവിക്കണം? ഭഗവാൻ കൃഷ്ണന്റെ നാമത്തിലും രൂപത്തിലും ഗുണത്തിലും മാധുര്യത്തിന്റെ അവസ്ഥ ആസ്വദിച്ച് അനുഭവിച്ച് കഴിയുന്ന വ്യക്തിയുടെ ഹൃദയം, അങ്ങനെയുള്ള വ്യക്തിയുടെ ഹൃദയത്തിൽ ഭക്തി ദേവി കയറും. അവരുടെ പ്രസരണത്താൽ കഴിയുന്ന വ്യക്തിക്ക് പ്രചാരത്തിന്റെ ക്ഷേത്രത്തിൽ, അതായത് പ്രചാരണം നടത്തുന്ന ആ അവസ്ഥയിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ
ആ അവസ്ഥയിൽ നമുക്ക് പ്രചാരണത്തിന് ഇറങ്ങാൻ സാധിക്കും. ഇവർ അന്യരുടെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയും. ഇങ്ങനെ കൃപയുള്ള വ്യക്തിയുടെ പ്രീച്ചിങ് ആണ് അന്യരുടെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾ പ്രീച്ചറായിട്ടൊക്കെ നമ്മൾ പറയുന്നു ഒരു തരം പ്രീച്ചറാണ്, പക്ഷെ നമുക്ക് ഈ കൃപകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നാം ഓരോരുത്തരും പ്രചാരണം ചെയ്യുമ്പോൾ അവരവരുടെ ആധ്യാത്മിക ഗുരുനാഥനോടും പ്രഭുപാദനോടും ഭഗവാനോടും നരസിംഹദേവനോടും തുളസി മഹാറാണിയോടും പറയുക, എൻ്റെ ഭഗവാനെ, എൻ്റെ ഗുരുദേവ, എനിക്ക് പ്രചാരണം ചെയ്യുന്നത്, ഞാൻ പറയുന്നത് അവരുടെ ഹൃദയത്തിൽ കയറണമേ, എനിക്ക് അതിനുള്ള യാതൊരു യോഗ്യതയുമില്ല. നിന്റെ യോഗ്യത, എൻ്റെ ഗുരുദേവ, അങ്ങയുടെ യോഗ്യത വെച്ചിട്ടാണ് ഞാൻ പ്രചാരണം ചെയ്യുന്നത്. ആയതിനാൽ ദയവ് ചെയ്ത് അവരുടെ ഹൃദയത്തിലേക്ക് ഞാൻ പറയുന്നത് കയറുവാനുള്ള ബ്ലെസ്സിങ് തരണേ എന്ന് യാചിച്ചുകൊണ്ട് പ്രീച്ചിങ്ങിൽ ഇരിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നത് അന്യരുടെ ഹൃദയത്തിൽ പരിവർത്തനം സംഭവിക്കുകയുള്ളൂ. അപ്പം ശ്രീ ചൈതന്യ മഹാപ്രഭു തൻ്റെ വ്യക്തിഗത ഉദാഹരണത്തിൽ പ്രചാരണം ചെയ്യുന്നു, നമുക്ക് കാണിച്ചു തരുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് പറയുന്നു, 2 തരത്തിലുള്ള ഭക്തർ, ഭജനാനന്ദിയും ഗോഷ്ഠ്യാനന്ദിയും. 2 തരത്തില്. ഭജനാനന്ദി ഹരിനാമ ജപത്തിൽ ആനന്ദിക്കുന്നു, അവരാണ് ചിന്താമണി രസ ഭക്തർ എന്ന് പറഞ്ഞ, അല്ല നാമചിന്താമണി എന്ന് പറയപ്പെടുന്നു അവരെ. ഗോഷ്ഠ്യാനന്ദി എന്ന് പറഞ്ഞാൽ വൈഷ്ണവരുടെ ഇടയിൽ നാമം, ലീലകൾ ഇത്യാദി പ്രചാരണം ചെയ്യുന്നു. അപ്പൊ ഈ 2 തരത്തിലുള്ള ഭക്തർ, ഭജനാനന്ദി ഭജൻ ചെയ്ത് ആസ്വദിക്കുന്നു, ആ വ്യക്തി പ്രചാരണത്തിൽ വിജയിക്കും. സഹജായിസ് എന്ന് പറഞ്ഞാൽ അവര് സഹജായികളുണ്ടല്ലോ, നിത്യാനന്ദ കൃഷ്ണ പ്രേമദൻ, സഹജൈ നിത്യാനന്ദ കൃഷ്ണ പ്രേമദൻ പ്രഭുരാഖ്യായ ഏഹ അയ പാഹ പ്രഥമൻ. പ്രേമദൻ എന്ന് വെച്ചാൽ നിത്യാനന്ദ പ്രഭു കൃഷ്ണ പ്രേമരസത്തിൽ ഉത്തമനാണ്. എന്നാൽ മഹാപ്രഭു ആദേശം ചെയ്തു, നിത്യാനന്ദ പ്രഭുവിൻ്റെ അടുക്കൽ ആദേശം ചെയ്തു, പ്രതിവർഷേ നീലാചലെ തുമിന ആസിബൽ ഗൗഡ രേഹെ മോര ഇച്ഛ സഫല കരീബോ, ബംഗാളിൽ നീ പ്രചാരണം ചെയ്യൂ എന്ന് നിത്യാനന്ദ പ്രഭുവിനോട് ചൈതന്യ മഹാപ്രഭു പറയുന്നു. ഹാഹ സിദ്ധി കരി ഏന അന്യര ദേഖിയേ, നിത്യാനന്ദ, നീ അല്ലാതെ ആരും ഈ സേവ ചെയ്യാൻ പറ്റില്ല. നിത്യാനന്ദ പ്രഭു പറഞ്ഞു, നിനക്കല്ലാതെ വേറൊരു വ്യക്തിക്ക് ഈ സേവ ചെയ്യാൻ പറ്റില്ല. ആയതിനാൽ നീ ബംഗാളിൽ സേവ ചെയ്യൂ എന്ന് മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിൻ്റെ അടുക്ക പറയുന്നു. ഹമാര ദുഷ്കർമ്മ കർമ്മ ഹെയ് ഒത്തേ എന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല. ചൈതന്യ മഹാപ്രഭു സ്വയം പറയുന്നു, എൻ്റെ ദുഷ്കർമ്മം കാരണം എനിക്ക് പറ്റില്ല. നോക്കൂ, കാരണം എൻ്റെ ദുഷ്കർമ്മമാണ്, അത് കാരണം എനിക്ക് പ്രചാരണം ചെയ്യാൻ പറ്റില്ല എന്ന് മഹാപ്രഭു പറയുന്നു നിത്യാനന്ദ പ്രഭു. അപ്പോൾ നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രചാരം ചെയ്തു. എന്നാൽ നിത്യാനന്ദ പ്രഭു പറയുന്നു, അങ്ങയുടെ ആദേശം എൻ്റെ പ്രാണനാണ്. നിത്യാനന്ദ പ്രഭു പറയുന്നു, അങ്ങയുടെ ചൈതന്യ മഹാപ്രഭുവിനോട് പറയുന്നു, അങ്ങയുടെ ആദേശം എൻ്റെ പ്രാണനാണ്. ഇതാണ് ആധ്യാത്മിക ഗുരുവിൻ്റെ ലക്ഷണം. നിത്യാനന്ദ പ്രഭു ബലരാമാണ്, അദ്ദേഹം ആദി ഗുരുവുമാണ്. അപ്പോൾ ഒരു ആധ്യാത്മിക ഗുരുനാഥൻ്റെ ലക്ഷ്യം ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പ്രാണനാണ്. അപ്പൊ ഗുരുവിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുന്ന, ഗുരുവിൻ്റെ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ആ ഗുരുവാജ്ഞ അവരുടെ പ്രാണനായിട്ട് വേണം ജീവിതത്തിൽ കൊണ്ടു നടക്കുവാൻ. പറച്ചിലിൽ മാത്രം പോരാ, കുറെയൊക്കെ പ്രവൃത്തിയിലും വേണം. നിർദ്ദേശപ്രകാരം ആദേശം എൻ്റെ പ്രാണൻ. ഞാൻ കേവലം ഒരു ശിഷ്യൻ. ഗുരുവിൻ്റെ, പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന വ്യക്തി ആത്മാവിൻ്റെ ആധാരമാണ്. ആ വ്യക്തിയാണ് ശരിയായ വൈഷ്ണവൻ. സഹജേ നിത്യാനന്ദ പ്രഭു കൃഷ്ണ പ്രേമ ഉദ്ധാർ. കൃഷ്ണപ്രേമത്തിൽ ഭ്രാന്തനായി മാറി നിത്യാനന്ദ പ്രഭു. പ്രഭു ആകായ കൊയില,
നിത്യാനന്ദ പ്രഭു കൃഷ്ണപ്രേമത്തിൽ ലഹരിയിൽ ആസക്തനായി. പ്രീച്ചിങ് നിർദ്ദേശപ്രകാരം വേണം ചെയ്യാൻ. ഒന്നുകിൽ വരിഷ്ഠ ഭക്തരുടെ നിർദ്ദേശം, അല്ലെങ്കിൽ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം, അങ്ങനെയുള്ള ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം വേണം പ്രീച്ച് ചെയ്യാൻ. നിത്യാനന്ദ പ്രഭു നന്ദനാചാര്യരുടെ വീട്ടിൽ വെച്ച് മഹാപ്രഭുവിനെ കണ്ടതിന് ശേഷമാണ് പ്രചാരണം ചെയ്തത്. ഇവിടെ വലിയൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഈ നിത്യാനന്ദ പ്രഭു പരിക്രമയെല്ലാം കഴിഞ്ഞിട്ട് വന്നു എന്ന് ചൈതന്യ മഹാപ്രഭുവിന് മനസ്സിലാവുകയും അദ്ദേഹം ആൾക്കാരെ പറഞ്ഞു വിടുന്നു പോയി തിരക്കി കൊണ്ടുവരാൻ. പക്ഷെ നിത്യാനന്ദ പ്രഭു ഹൈഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവര് കാണാതെ തിരിച്ചു വന്നപ്പോ സ്വയം ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ 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 എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ശബ്ദം കേട്ട മാത്രയിൽ നിത്യാനന്ദ പ്രഭുവിന് സഹിച്ചില്ല. അദ്ദേഹം ചൈതന്യ എന്ന് വിളിച്ചു വരുന്നു. അപ്പൊ നിത്യാനന്ദ നിത്യാനന്ദ എന്ന് മഹാപ്രഭു വിളിക്കുന്നു. അപ്പോ നന്ദനാചാര്യരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുന്നു. ഇവിടെയാണ് നിത്യാനന്ദ പ്രഭുവിന്റെ പ്രീച്ചിങ് തുടങ്ങുന്നത്. അവിടെ ഇതിനെ അതായത് കൃഷ്ണ ബലരാമന്റെ സംഗമം എന്ന് പറയാം. കൃഷ്ണനും ബലരാമനും കൂടി സംഗമിക്കുന്നു. അവിടെ വെച്ചിട്ടാണ് അവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ടാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പ്രീച്ചിങ് അവിടാണ് നിത്യാനന്ദ പ്രഭുവിന്റെ ആദ്യത്തെ പ്രീച്ചിങ് തുടങ്ങുന്നത്. അവിടുന്നാണ്. അപ്പം ശരിക്കും ചൈതന്യ മഹാപ്രഭു കൃഷ്ണ ബലരാമന്റെ സംഗമം. അപ്പൊ അവിടെ വരുമ്പോ ഇവിടെ പ്രചാരണം സഫലമാകണമെങ്കിൽ, ഒരു വ്യക്തിയുടെ പ്രചാരണം സഫലമാകണമെങ്കിൽ അനുഗ്രഹം വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അനുഗ്രഹം വേണം. പ്രചാർ ചെയ്യുന്നു എന്ന് സന്തോഷം വേണം, എങ്കിലേ പ്രചാരണം സഫലാകൂ. ഞാൻ പ്രചാരണം ചെയ്യണം, എനിക്ക് പ്രചാരണം ചെയ്യണമെന്ന് പൂർണ്ണ തൃപ്തിയോടും സന്തോഷത്തും കൂടി പ്രചാരണം ചെയ്താൽ മാത്രമേ ആ പ്രചാരണം സഫലമാകൂ എന്നും നമുക്ക് തരുന്നു, സഫലമാകുള്ളൂ. എന്നാൽ ചൈതന്യ സേവ, ചൈതന്യ ഗാവോ ലാവോ, ചൈതന്യ നാമം, ചൈതന്യയെ ഭക്തി കരേ സേയി മോര പ്രാൺ. നിത്യാനന്ദ പ്രഭു പറയുന്നു, ചൈതന്യ മഹാപ്രഭുവിന്റെ മഹിമകൾ കീർത്തിക്കാനും നാമം ഉച്ചരിക്കുവാനും എല്ലാവരോടും പറയുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ ഭക്തിപൂർണമായും ഉപാസിക്കുന്നവർ എൻ്റെ പ്രാണൻ എന്ന്. അപ്പൊ ഏതൊരു വ്യക്തി ചൈതന്യ മഹാപ്രഭുവിനെ സ്തുതിക്കുകയും ഹരിനാമം ജപിക്കുകയും ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തി എൻ്റെ പ്രാണനാണ്. ആരുടെ? നിത്യാനന്ദ പ്രഭുവിന്റെ പ്രാണനാണ്. ആരുടെ? ആധ്യാത്മിക ഗുരുനാഥന്റെ പ്രാണനാണ് എന്ന് ഇവിടെ നിത്യാനന്ദ പ്രഭു പറയുന്നു. അപ്പൊ നിത്യാനന്ദ പ്രഭു ഇപ്രകാരം പ്രചാരം ചെയ്യുന്നു. പ്രചാരത്തിന്റെ അർത്ഥം ഭഗവസ്തുതി. പ്രചാരണം എന്ന് വെച്ചാൽ ഭഗവസ്തുതി. നിത്യാനന്ദ പ്രഭുവിന്റെ പ്രചാരം ചൈതന്യ സേവ, യൈ മതലോകെ ചൈതന്യ ഭക്തി ലാവോ യായില, ദീനഹീന നിന്ദക സവേര നിസ്താരില. നിത്യാനന്ദ പ്രഭു ചൈതന്യന്റെ ഭക്തി സമ്പ്രദായം വിവേചനമില്ലാതെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ നിത്യാനന്ദ പ്രഭു ആധ്യാത്മിക ഗുരുനാഥ് ചൈതന്യ മഹാപ്രഭു എന്തിന് സന്യാസം സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ വിവേചനമില്ലാതെ സർവമാന ആൾക്കാർക്കും കൃഷ്ണപ്രേമം വാരി വിതരണം ചെയ്യണം. ആയതിനാലാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. ഇവിടെ നിത്യാനന്ദ പ്രഭു ഭേദമന്യേ, ക്വാളിറ്റി നോക്കാതെ, ഗോത്രം നോക്കാതെ, വർണ്ണവും ആശ്രമവും നോക്കാതെ കൃഷ്ണഭക്തി വാരി വിതരണം. ഇതാണ് ആധ്യാത്മിക ഗുരുനാഥൻ. വാരി വിതരണവും എല്ലാവരും ഭക്തരായി, അവിടെ എല്ലാവരും, അത് കാരണം എല്ലാവരും ഭക്തരായി
എല്ലാ നിന്നകരും മോചിക്കപ്പെട്ടു. അതായത് കുളിക്കാൻ വന്നുണ്ട് ഇപ്പൊ അല്ല പഠിക്കണം എന്നുണ്ട് ഇപ്പൊ കുളിച്ചിട്ട് വാരി വേഗം. ചൈതന്യ മഹാപ്രഭുവിനെ നിന്ദിക്കുന്നവരും അവരും മോചനം കിട്ടുന്നു, അവർക്കും ഭക്തി കിട്ടുന്നു നിത്യാനന്ദ പ്രഭുവിന്റെ കൃപയാൽ. നാനാ ശാസ്ത്ര അനികൈല ഭക്തി ഗ്രന്ഥസാര മൂഢ അധമ ജനമ തേൻഹോ കരില നിസ്താര എന്ന് വെച്ചാ മഹാപ്രഭുവിന്റെ പ്രചാരത്തിന്റെ രണനീതിയിൽ രണ്ടു തരത്തിലുള്ള ഭക്തരെ സ്വീകരിച്ചു. ഒന്ന്, പഞ്ചതത്വത്തിൽ നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യർ. അതായത് മഹാപ്രഭുവിന്റെ പ്രചാരത്തിന്റെ രണനീതിയില് രണ്ട് തരത്തിലുള്ള ഭക്തരെ സ്വീകരിച്ചു. ഒന്ന്, പഞ്ചതത്വ മഹാമന്ത്രത്തില് നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യർ. ഇവർ ബംഗാളിൽ പ്രചാരണം ചെയ്യുന്നു. നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യൻ ബംഗാളിൽ പ്രചാരണം ചെയ്യുന്നു. മഹാപ്രഭു വിചാരിച്ച് വൃന്ദാവനത്തിനെ പുനർജീവിപ്പിക്കണം. അത് അവർ ബംഗാളിൽ പ്രചാരണം നടത്തിക്കോട്ടെ. ഇനി എനിക്ക് ഈ വൃന്ദാവനത്തിനെ പുനർജീവിപ്പിക്കണം. വൃന്ദാവനത്തിലെ കാര്യങ്ങൾ എല്ലാം നഷ്ടമായതും മറ്റുള്ളവർ നശിപ്പിച്ചതും എവിടാണെന്നുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്ക് കണ്ടുപിടിക്കണം. നമ്മൾക്ക് വേണ്ടി, ഇനി വരാൻ പോകുന്ന ജനറേഷന് വേണ്ടി, പീഡിക്ക് വേണ്ടി. കൃഷ്ണഭക്തി, കൃഷ്ണസേവ, സേവാ പ്രവർത്തൻ, ലോകതീർത്ഥ ഉദ്ധാര, വൈരാഗ്യ ശിക്ഷ. വൃന്ദാവനത്തിൽ ഭക്തി, കൃഷ്ണസേവ, ഉദ്ധാരണം, വൈരാഗ്യത്തിന്റെ ശിക്ഷ വേണം. ഇത് എല്ലാ ഗോസ്വാമികളുടെയും നേതൃത്വത്തിൽ നടത്താൻ മഹാപ്രഭു ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഷഡഗോസ്വാമികള് വൃന്ദാവനത്തിലോട്ട് മഹാപ്രഭു പറഞ്ഞു വിട്ടത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം ഗോസ്വാമികളുടെ നേതൃത്വത്തിൽ നടത്തുവാൻ മഹാപ്രഭു ആഗ്രഹിച്ചു. അത് കാരണം മഹാപ്രഭു സ്വയം ശിഷ്ടാഷ്ടകം നമുക്ക് തന്നു. അപ്പൊ മഹാപ്രഭു ഗുഹ്യമായതും കഠിനമായതും രഹസ്യമായതുമായ ഈ ഗൗഡിയ വൈഷ്ണവ സിദ്ധാന്തം ഭഗവാന്റെ ബ്രിജലീലകളെ പൂർണ്ണ വിസ്താരത്തിൽ ഇഹത്തിൽ കൊണ്ടുവരുവാൻ, ഈ ലോകത്തിൽ കൊണ്ടുവരുവാൻ ആയി ഷഡ് ഗോസ്വാമികൾക്ക് ആദേശം കൊടുത്തു. ഇനി ഇതിൽ രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ജീവഗോസ്വാമിയും പ്രമുഖരാണ്. ഈ ആദേശം കൊടുത്തതിൽ എല്ലാവരും പ്രമുഖർ തന്നെ. എന്നാൽ രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ജീവഗോസ്വാമിയും പ്രമുഖർ. ഇവർ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതി. അതാണ് ജീവഗോസ്വാമിയുടെ ഇതിൽ പറയുന്നത്. അതെല്ലാം വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയാണ് ഈ മധ്യലീലയിൽ ആദ്യമൊട്ട് ഞാൻ വർണ്ണിക്കാൻ തുടങ്ങിയത്. അപ്പം മനസ്സിലാകണ, എനിക്കാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്ത. അപ്പം നിങ്ങൾക്ക് എനിക്ക് പഠിച്ചതും വായിച്ചതിൻ്റെ അനുസരത്തിൽ ഒരു കൂട്ടി ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. ഭഗവാന്റെയും ഗുരുവിൻ്റെയും കൃപയുണ്ടെങ്കിൽ 2-3 തവണയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകുമായിരിക്കാം. അവരുടെ കൃപ ഉണ്ടാകട്ടെ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും. അപ്പം ഇവിടെ എഴുതി, നാനാശാസ്ത്ര അനികുലോ ഭക്തി ഗ്രന്ഥസാര മൂഢ അധമ ജനേര തേൻഹ കരില നിസ്താര എന്ന് വെച്ചാൽ സമ്മാനത്തിനോ പ്രസക്തിക്കോ പെരുമയ്ക്കോ വേണ്ടി അല്ല ഗ്രന്ഥം എഴുതിയത്, ലോക ജനതയുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് എഴുതിയത്. അപ്പൊ ഇവര് രൂപഗോസ്വാമി ആയിക്കോട്ടെ, സനാതന ഗോസ്വാമി ആയിട്ടാണ് ആയിക്കോട്ടെ, പിന്നെ ജീവഗോസ്വാമി ആയിക്കോട്ടെ, അവരെല്ലാം ഗ്രന്ഥങ്ങൾ എഴുതിയത് പേരിനോ പ്രസക്തിക്കോ പെരുമയ്ക്കോ വേണ്ടിയല്ല. അതായത് ജീവാത്മാക്കളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് അവർ ഈ ഗ്രന്ഥങ്ങൾ എഴുതിയത്. മഹാപ്രഭുവിന്റെ ശിക്ഷ ഔഷധിയാണ്. വിശ്വത്തിലെ സകലമാന ആൾക്കാർക്കും മനസ്സിലായി ഭക്തിയിൽ വരാൻ കാരണമായ ഈ ഗ്രന്ഥം അപ്പം ഔഷധിയാണ്. അപ്പൊ വിശ്വത്തിലെ സകലമാന ആൾക്കാർക്കും ഇവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഭക്തിയിലേക്ക് വരാനുള്ള കാര്യം എന്താണെന്നുള്ളതും ഭക്തി എങ്ങനെ കൊണ്ടുപോകണമെന്നുവെന്ന് മനസ്സിലായി. നാനാശാസ്ത്ര വിചാരേണ നിപുണോ സദ്ഭാവന ഖൗ എന്ന് വെച്ചാൽ ഡിവോഷണൽ സർവീസ്
വേദിക് നോളജിന്റെ എസൻസ് ആണ്. അപ്പം ഭക്തിയുത സേവനത്തിന്റെ സേവനത്തിൽ കഴിയുന്നത് ഒരു വേദിക് എസൻസ് ആണ്, നോളജിന്റെ എസൻസ് ആണ്. അതുകൊണ്ടാണ് മഹാപ്രഭു ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്, ഏതൊരു വ്യക്തി നിത്യം ഹരിനാമം ജപിക്കുകയും ഭഗവത് സേവ ചെയ്യുന്ന വ്യക്തി ശരിക്കും ആ വ്യക്തി ചതുർവേദി ആണെന്ന്, 4 വേദം പഠിച്ച വ്യക്തിക്ക് തുല്യമാണ് എന്ന് മഹാപ്രഭു ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. ആയതിനാൽ ഇവിടെ അതാണ് പറയുന്നത്. കൃഷ്ണ തത്വഭക്തി, തത്വപ്രേമ, തത്വസാർ, ഭാവതത്വ, രസതത്വ, വിനാതത്വ ആർ എന്ന് വെച്ചാൽ 6 പ്രകാരത്തിലെ തത്വം എപ്രകാരം ആസ്വദിക്കുന്നു അവർക്ക് സമ്പൂർണ്ണ വിജ്ഞാനം കിട്ടും. അപ്പൊ ഭക്തി വേദത്തിന്റെ സാരല്ലാതെ കൽപ്പന അല്ല. ഭക്തി എന്നത് പറയുന്ന വേദത്തിന്റെ സാരമാണ്, വേദത്തിന്റെ അല്ലാതെ കൽപ്പനയല്ല. രൂപസനാതനെ ഏൽപ്പിച്ചു മഹാപ്രഭു കലിയുഗത്തിലെ ജീവനെ ഭക്തിയുടെ ഉന്നത തലത്തിൽ എത്തിക്കാൻ വേണ്ടി മഹാപ്രഭു സനാതന ഗോസ്വാമിക്കും രൂപഗോസ്വാമിക്കും ശിക്ഷണം കൊടുക്കുന്നു. സനാതന ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനോട് പറയുന്നുണ്ട്, മഹാപ്രഭു എല്ലാവരും പറയുന്നു ഞാൻ വലിയ പണ്ഡിതനാണെന്ന്, പക്ഷേ ഞാനൊരു വിഡ്ഢിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങ് എന്നെ കൃപ തരണേ. അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാനൊരു പണ്ഡിതനല്ല എന്ന് പറഞ്ഞപ്പോൾ മഹാപ്രഭു കെട്ടിപ്പിടിക്കുന്ന സനാതന ഗോസ്വാമി. അപ്പൊ എന്നിട്ട് പറയുന്ന, സനാതന നീ എന്തെഴുതുന്നോ അത് ശാസ്ത്രമാണ്. മഹാപ്രഭു സനാതന ഗോസ്വാമിക്ക് അനുഗ്രഹം കൊടുക്കുന്നു. അതേമാതിരി രൂപഗോസ്വാമിക്ക് 10 ദിവസത്തോളം ശിക്ഷണം കൊടുക്കുന്നു. ഇങ്ങനെ പോകുന്നുണ്ട് അവരുടെ അപ്പോ പ്രഭു ഐഖായ കൊയില് സബോ ശാസ്ത്രേര വിചാർ. നമ്മൾ ശാസ്ത്രം പഠിക്കണം, ആന്തരീകരണം അതായത് ചെയ്യണം. നമ്മുടെ അന്തർകരണത്തെ നമ്മൾ ശാസ്ത്രം പഠിച്ച് വൃത്തിയാക്കണം, വിതരണം ചെയ്യാനുള്ള ശക്തി പ്രാപ്തമാക്കണം. അപ്പൊ നമ്മൾ പാഠനം ബ്രാഹ്മണി ക്വാളിറ്റി പഠിക്കുക, സ്വയം മറ്റുള്ളവരെ പഠിപ്പിക്കുക. അപ്പം അത് നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ ആന്തരീകരണം, നമ്മുടെ അന്ധകരണം ശുദ്ധമാകുകയും ചെയ്യുന്നു, അത് പ്രവേശിക്കുകയും ചെയ്യുന്നു. ആ പഠിച്ചത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇവിടെയാണ് പ്രഭുപാദിന്റെ കുഞ്ഞുങ്ങളാകുന്നത്. ശീല പ്രഭുപാദ് പറയുന്നു, നിങ്ങൾ എന്ത് പഠിച്ചു, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞാകുന്നത് എന്ന് ശീല പ്രഭുപാദ് പറയുന്നുണ്ട്. കുറെ ആൾക്കാരുണ്ട്, ജപിച്ചാൽ മാത്രം മതി, ജപിച്ചാൽ മാത്രം മതി. ശരി, ജപത്തിനെ ജയിക്കാൻ ഒന്നുമില്ല. എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറയും, അത് സാരമില്ല പ്രഭു, ജപിച്ചാൽ മാത്രമേ എല്ലാം മനസ്സിലാവും. പക്ഷെ ഞാനെല്ലാം പഠിക്കും. ആ ഒരു അവസ്ഥയല്ല നമ്മളുടെ വേണ്ടത്. അറിയുവാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പ്രഭു ഞാനൊന്ന് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക, അവർക്കൊരു ഉദാഹരണം കൊടുക്കുക. എങ്കിൽ മാത്രമേ പ്രഭുപാദിന്റെ ശിഷ്യനാകുള്ളൂ, പ്രഭുപാദിന്റെ കുഞ്ഞാകുള്ളൂ. കാര്യം പ്രഭുപാദ് പറയും, നീ എന്ത് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അപ്പോഴാണ് ഞാൻ നിന്നെ പ്രസാദിക്കൂ എന്ന് പറയുന്നു. അപ്പം വിതരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് പ്രാപ്തമാക്കണം. ഭക്തിയുത സേവയുടെ കൺക്ലൂഷൻ ശാസ്ത്രിക് അനാലൈസ് ആണ്. എന്ന് വെച്ചാൽ ഇത് ചെയ്യേണ്ടത് സുപ്പീരിയറിന്റെ ആദേശപ്രകാരം വേണം. വരിഷ്ഠ ഭക്തരുടെ, ശ്രേഷ്ഠ ഭക്തരുടെ, ആധ്യാത്മിക ഗുരുനാഥന്റെ ആദേശപ്രകാരം വേണം. ഇവിടെ വൈഷ്ണവരുടെ ആദേശം പാലനം ചെയ്യണം. ശിഷ്ടാചാർ എന്ന് പറയും. ശൃണുഷ്വ അവഹിതാരാജൻ അഭി ഗുഹ്യന്ത ധാമിത ബ്രൂഹി നിഗ്നസ്യ ശിഷ്യസ്യ ഗുരഹോ ഗുഹ്യന അഭ്യുതം. അങ്ങ് തൻ്റെ സ്വാമിയുടെ ആദേശം പാലനം ചെയ്യാൻ തയ്യാർ, വിനമ്രനാണ്. ഇങ്ങനെയുള്ള ശിഷ്യർ ശാസ്ത്രത്തിന്റെ കാമ്പ് മനസ്സിലാക്കും. സുഖദേവ് ഗോസ്വാമി പറയുന്നു. അതായത് ഭാഗവതത്തില് പരീക്ഷിത് മഹാരാജനോട് സുഖദേവ് ഗോസ്വാമി പറയുന്നതാണ്, അങ്ങ് സ്വാമിയുടെ ആദേശം പാലനം ചെയ്യാൻ തയ്യാർ, വിനമ്രനാണ് അങ്ങ്. ഇങ്ങനെയുള്ള ശിഷ്യർ ശാസ്ത്രത്തിന്റെ കാമ്പ് മനസ്സിലാക്കും, സുഖദേവ് ഗോസ്വാമി പറയുന്നു. അപ്പോൾ ഭഗവാന്റെ
വരിഷ്ഠ ഭക്തരുടെയും ആദേശം വിനമ്രതയോടുകൂടി ശിരസ വഹിച്ച്, അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ തദ്വിധി പ്രണിപാതേന പരിപ്രസ്ഥേന സേവയ എന്നുള്ള ആ മനോഭാവത്തോടു കൂടി വേണം ശാസ്ത്രം പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. വിനമ്രത നിർബന്ധമാണ്. ആ വിനമ്രതയാണ് ഭക്തിയുടെ ഒരു ഏറ്റവും സൗന്ദര്യം. ഇതിൽ കൂടി വിചാരം ശുദ്ധമാകും. ഇപ്രകാരത്തിൽ കൂടി പ്രവർത്തിച്ചാൽ നമ്മുടെ വിചാരങ്ങൾ ശുദ്ധമാകും. ശിഷ്ടാചാരം വേണം, അതിൽ കൂടി ആചാരം വേണം. ബ്രജേര് നിഗുഢ ഭക്തി കരില പ്രചാർ. ഇവിടെ നമ്മൾ ബ്രജ ഭക്തി പ്രചാരണം ചെയ്യാൻ സാധിക്കും. അതിനുശേഷം പശ്ചാത് 3 കാര്യം. ഭക്തി കേവലം ഭക്തം എന്ന് ചിലർ വിചാരിക്കുന്നു. അത് ഭാവനയാണ് ഭക്തി എന്നത് ചില വ്യക്തികൾ വിചാരിക്കുന്നു. ഭക്തിയുടെ സേവനം ശാസ്ത്രിക് സെന്റിമെന്റ് അല്ല, വെറും ഭാവനയല്ല, ശാസ്ത്രിക് സെന്റിമെന്റ് അല്ല ഭക്തി എന്നുള്ളത് വസ്തുത ഏവരും മനസ്സിലാക്കണം. ഗോലോകത്തിലേക്ക് പോകാൻ ശാസ്ത്രം നമുക്ക് ഉള്ള GPS ആണ് തരുന്നത്. ഏതൊരു വ്യക്തി ഗോലോകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള GPS ആണ് ശാസ്ത്രം. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മനസ്സിലാക്കി കഴിയുമ്പോൾ നാം ഓരോരുത്തരുടെയും അവസ്ഥ എന്താണെന്ന് സ്വയം നമ്മളൊന്ന് വിലയിരുത്തണം. ഞാൻ എവിടെ നിൽക്കുന്നു? അപ്പം എന്താണ്, ആ GPS തെറ്റാതെ നമുക്ക് ഗോലോകത്തിലോട്ട് പോകാനായിട്ട് ഗൈഡൻസ് തരുന്നു. അപ്പം ശാസ്ത്രം എന്ന് പറയുന്നത് ഗോലോകത്തിൽ പോകാനുള്ള ഒരു GPS ആണെന്ന് പറയുന്നു. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിച്ചില്ല എങ്കിൽ കൃഷ്ണപ്രേമം ഗോലോകം കിട്ടാൻ പ്രയാസമാണ്. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഓരോ വരിഷ്ഠ ഭക്തർക്കും. ഇനി സഹാജികളുടെ ലക്ഷണം. ഇപ്പോൾ സഹാജീസ് ഒരുപാടുണ്ട്. അവരുടെ ലക്ഷണം ഭക്തിയിൽ പ്രഭുപാദ് പറയുന്നു. 1, അവർ സ്വതന്ത്രരാണെന്ന് കരുതുന്നു. 2, ശരിയായുള്ള ബഹുമാനം അവർക്കില്ല. 3, ഇവർ ഇമിറ്റേഷൻ ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. 4, ഇവർ മഹാപ്രഭുവിന്റെ ആദേശം സ്വീകരിക്കാതെ ഇരിക്കുന്നു. ഇപ്രകാരം പാഖണ്ഡ ഭക്തിയാണ് ഇവർ കൈകാര്യം ചെയ്യുന്ന സഹാജീസ്. അപ്പം അതുകൊണ്ട് പ്രഭുപാദ് പറയുന്നു ഭക്തർ വേദിക് നോളജ് നേടിയിരിക്കണം എന്ന്. ഈ അവസ്ഥയിലോട്ട് പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഭക്തർ നിർബന്ധമായിട്ടും വേദിക് നോളജ് നേടിയിരിക്കണമെന്ന് പറയാനുള്ള കാരണം. ഇന്ന് ഒരുപാട് അവസ്ഥ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് കാരണം. എന്നാൽ ത്രിഭുവനെ ഉഡി കീർത്തനീരധ്വനി അന്യവ ആധ്യാത്മ്യ ധ്വനി ചൂയിന ശൂനി. 3 ലോകത്തിലും മഹാപ്രഭുവിന്റെ കീർത്തനത്തിന്റെ ധ്വനി നടക്കുന്നു. അപ്പൊ ഈ 3 ലോകത്തിലും മഹാപ്രഭുവിന്റെ കീർത്തനത്തിന്റെ ധ്വനി നടക്കുന്നു. വൈഷ്ണവേരരാ മേവ പാതയെ ബാദൽ കീർത്തന ആനന്ദ വർഷേ നേത്രജൻ. വൈഷ്ണവരുടെ കണ്ണിൽ കൂടി കണ്ണുനീരൊഴുകുന്നു. എന്നാൽ ഭക്തരുടെ ആഡംബരം അല്ല ഇത്. അതായത് ഭക്തൻ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ആഡംബരമല്ല ഇത്, ഭക്തിയുടെ സ്വാഭാവികതയാണ്. ചിലർ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ കാണിച്ചിട്ട് ഞാൻ വലിയ ശ്രേഷ്ഠ ഭക്തനാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. എന്നാൽ മായാവാദികളെക്കാളും ശ്രേഷ്ഠൻ സഹാജീസ് ആണെന്ന് പ്രഭുപാദ് പറയുന്നുണ്ട്. കാരണം സാക്ഷതേ നയോ ദേഖേ പരോക്ഷ ഉപഗയ തേ ഭജിതേ പാരെ ചൈതന്യ ചന്ദ്രേരമായ എന്ന് വെച്ചാൽ മഹാപ്രഭു മഹാരാജ് പ്രതാപരുദ്രന് സാക്ഷാത് ലീലയുടെ ശരിയായി പ്രകാശനം കൊടുത്തു. പ്രതാപരുദ്ര
സാക്ഷാൽ ലീല, ശരിയായ ഭക്തിയിലെ ലീലകൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. തൻ്റെ പാർഷദന്റെ രൂപത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. കൊടുക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുയായിയുടെ രൂപത്തിൽ രാജാവിനെ സ്വീകരിച്ചു. ഗ്രന്ഥത്തെ പറ്റി പറയുന്ന നമ്മൾ ഭക്തിയുടെ ഉചിത മാർഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി ഭഗവാന്റെ കൃപയാൽ ഭഗവാന്റെ മനോഭാവം, ഭഗവാന്റെ ഹൃദയത്തിലെ ഇച്ഛയും മനസ്സിലാക്കാൻ സാധിക്കും ഭക്തർക്ക് എന്ന് പ്രഭുപാദ് പറയുന്നു. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ മനോഭാവം മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഭഗവാന്റെ മനസ്സിലുള്ള ഇച്ഛ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഇച്ഛ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത് ഭക്തർക്ക് കഴിയുന്നു. അത് പ്രഭുപാദ് പറയുന്നു, ഭക്തർക്ക് അത് സാധിക്കും എന്നാണ്. മത്തഹ സ്മൃതി ജ്ഞാനം അപോവനം ച നമുക്കറിയാം. ഇങ്ങനെ നടക്കുന്നു. ഭഗവാന്റെ ഇച്ഛയാൽ ഭഗവാന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് നമുക്ക് ദർശനം തരുന്നു. ഇങ്ങനെയുള്ള ഭക്തർക്ക് ഭഗവാന്റെ ഇച്ഛയാൽ ഭഗവാന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് നമുക്ക് ദർശനം തരുന്നു. പ്രഥമ സൂത്രേ പ്രഭൂര സന്യാസകരണ സന്യാസകരി ചലില പ്രഭു ശ്രീ വൃന്ദാവന. അപ്പോ പ്രഭു വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. സന്യാസം സ്വീകരിച്ച് പ്രഭു വൃന്ദാവനത്തിൽ പോകാം. മഹാപ്രഭു സന്യാസം സ്വീകരിച്ച് കേവൽ ഭഗവാന്റെ സേവ ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോ വൃന്ദാവനത്തിൽ എന്തുകൊണ്ട് പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് വെച്ചാൽ, സന്യാസം സ്വീകരിച്ചാൽ കേവലം ഭഗവാന്റെ സേവ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചെയ്യാൻ അവർ ആഗ്രഹിച്ചു. സന്യാസ മാത്ര വേഷധാര മുകുന്ദ സേവ ഹൊയേ സംസാർക്കാർ. സന്യാസത്തിന്റെ അർത്ഥം മനസ്സ വാച കർമ്മണ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കണം. അതായത് BMW ഭഗവാനിൽ സമർപ്പിക്കണം. മനസ്സ്, വാക്ക്, ശരീരം, മനസ്സ്, വാക്ക്, ഇത് മനസ്സ വാച കർമ്മണ ഭഗവാനിൽ സമർപ്പിക്കണം. അതുകൊണ്ടാണ് ത്രിദണ്ഡി സന്യാസി എന്ന് നമ്മളെ പറയുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സും ശരീരവും വാക്കും ഒക്കെ ഭഗവാനിൽ സമർപ്പിച്ചത് കൊണ്ടാണ് ത്രിദണ്ഡി സന്യാസി എന്ന് നമ്മളെ വിളിക്കപ്പെടുന്നത്. സന്യാസത്തിന്റെ അർത്ഥമാണ് സന്യാസാർത്ഥ മാനസ വാച കർമ്മണ എല്ലാം ഭഗവാനെ സമർപ്പിക്കുക. വൈഷ്ണവ സന്യാസി ഭൗതിക വസ്തുവിൽ നിന്നും തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് ഭഗവാനിൽ ആസക്തരാവുക. ഇവിടെ രണ്ട് കാര്യം: കൃഷ്ണസേവ, കൃഷ്ണനെ സന്തോഷിപ്പിക്കുക. വൈഷ്ണവ സന്യാസികള് ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ നിന്ന് തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭഗവാന്റെ സേവയിലും ഭഗവാന്റെ സന്തോഷത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ജീവാത്മാക്കള് ഗൃഹസ്ഥ സന്യാസികളും ഉണ്ട്. അപ്പൊ അവര് ഗൃഹസ്ഥ സന്യാസികൾ എന്ന് അങ്ങനെയുള്ളവരെ വിളിക്കുന്നു.